കുറെ പുതിയ ബന്ധങ്ങൾ കിട്ടിയല്ലോ. അതെ. അപ്പോ നിങ്ങളൊക്കെ നേരത്തെ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് അഞ്ജലിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. കിരണും ദുർഗയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, കിരണും ദുർഗയും ഇവിടെയാണോ താമസം? ആ അതെ, കിരണിന്റെയും ദുർഗയുടെയും വിവാഹം കഴിഞ്ഞത് മുതൽ അവരിവിടെയാ താമസിക്കുന്നത്. നിങ്ങള് വിവാഹം കഴിച്ചതാണോ? അതെ. എന്താ സാർ, എന്തു പറ്റി? എന്താണെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. കുട്ടല്ലേ ദുർഗ, എന്താ പ്രശ്നം? എന്താ കിരൺ? എന്തോ അറിയില്ല. പൂർണിമ, നിന്നെ അവിടെ എല്ലാരും അന്വേഷിക്കുന്നു. അങ്ങോട്ട് വാ. വായോ. അല്ല, കൂടെ ചെല്ലാത്തത് എന്താ? കാമുകി കരഞ്ഞോണ്ട് പോകുന്ന കണ്ടില്ലേ? അല്ല, അതോ ഇനി ഞാനിവിടെ നിൽക്കുന്നതാണോ പ്രശ്നം? എന്നാ ഞാനങ്ങ് മാറിത്തരാം. മാറണോ? എടോ, താൻ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. മോളെ, മോളെ, നീ ഇവിടെ ഇരിക്കായിരുന്നു. മോളെ, മോളെടാ, എന്താടാ എന്താ പറ്റിയത്? എന്തിനാ മോള് കരയുന്നത്? എന്നെ പറ്റിച്ചച്ച, എല്ലാം മറച്ചു വെച്ച് എന്നെ ഫൂളാക്കി. ആരാ മോളെ ഫൂളാക്കിയ? ഇങ്ങനെ ഒരു തൊട്ടാവാടി പെണ്ണായിട്ടല്ല അച്ഛൻ നിന്നെ വളർത്തിയത്. ബി സ്ട്രോങ്. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി വിഷമിച്ച് കഴിയുമ്പോഴാ വീണ്ടും എന്റെ ലൈഫിലേക്ക് വന്നത്. വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് അവനെ നഷ്ടമായി. അതെ, മോളൊന്ന് റിലാക്സ് ചെയ്യും. എന്നിട്ട് എന്താ കാര്യമെന്ന് അച്ഛനോട് പറ. ആ കിരൺ, അവനൊരു ഫ്രോഡാ. കിരണോ? നോ 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 നോ, ഒരിക്കലുമല്ല. കിരൺ അങ്ങനെ ഒരാളല്ല മോളെ. പിന്നെ പിന്നെ എന്തിനാ അവൻ എന്നോട് നുണ പറഞ്ഞത്? എന്ത് നുണ പറഞ്ഞെന്ന്? ദുർഗ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണെന്നാ എന്നോട് പറഞ്ഞത്. അവര് വിവാഹം കഴിച്ച കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് കാര്യം അല്ലേ? അച്ഛൻ എന്തിനെങ്ങനെ ചിരിക്കുന്നത്? ഓക്കെ, അത് പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാം. ഇപ്പോ കിരൺ ദുർഗയെ കല്യാണം കഴിച്ചതാണെന്നിരിക്കട്ടെ, എന്റെ മോക്ക് എന്താ പ്രശ്നം? അതിനാണോ കരയുന്നത്? അത് അച്ഛ, കോളേജ് വെച്ച് ഒരാൾ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് വൺ വേ ആയിരുന്നില്ലേ? നിനക്ക് ഒരു പയ്യനോട് ഇഷ്ടം തോന്നിയ കേസല്ലേ? പക്ഷേ അവനെ കുറിച്ച് കോളേജ് വിട്ടതിന് ശേഷം ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. അതെ, ഒരുപാട് അന്വേഷിച്ചു. അവസാനം അപ്രതീക്ഷിതമായിട്ടാ ഒരു ദിവസം കണ്ടത്. അതാ കിരൺ. ഓ, അപ്പൊ അതാണ് കാര്യം. കണ്ടപ്പോഴേ ദുർഗ ആരാണെന്ന് ഞാൻ ചോദിച്ചതാ, പക്ഷെ എന്നെ പറ്റിച്ചു. കഷ്ടം. എടി മണ്ടി, നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. നീ ശരിക്കും ഒരു പൈങ്കിളി പെണ്ണായി പോയല്ലോ മോളെ. അച്ഛ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, ശരി, ദേഷ്യം പിടിപ്പിക്കുന്നില്ല. നീ വിഷമിക്കുകയും വേണ്ട. അതെ, കിരൺ പറഞ്ഞത് സത്യം. കിരണും ദുർഗയും ഭാര്യ ഭർത്താക്കന്മാരല്ല. അവരെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ മാത്രമാണ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഇത് ഒരു ഒഫീഷ്യൽ സീക്രട്ടാണ്. ദുർഗയും കിരണും സ്കൂൾ ടീച്ചേഴ്സ് അല്ല. അവർ കേരള പോലീസിന്റെ അണ്ടർ കവർ ടീമാണ്. എന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരായി ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുന്നത്.
ഈ കാര്യത്തിൽ ഞാൻ നുണ പറയുമെന്ന് എന്റെ മോക്ക് തോന്നുന്നുണ്ട്. അയ്യോ അച്ഛ, ഐ ലവ് യു. അച്ഛൻ എന്റെ മുത്ത. എടി എടി മതി മതി സോപ്പിട്ടത്. ഓക്കെ, ഐ എം ഹാപ്പി. എനിക്ക് കിരണിനെ കാണണം. ഞാനിപ്പോ വരാം.